ഒരു മിനിറ്റ് എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ച ഇന്ന് ഞാനൊരു കഥ പറയാം. ഇത് വെറും കഥയല്ല, ഒരു എടുത്തുചാട്ടത്തിന്റെ കഥയാണ്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി 3-4 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഫീഡ് നിറച്ചു സൈക്കിളിന്റെ ഷോർട്സും വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോന്നിങ്ങനെ വരുന്നതിന് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ സൈക്കിൾ നമ്മളൊരു ഇൻട്രസ്റ്റ് ആണ്. ഇനി തൊട്ട് എന്റെ ചാനലും സൈക്കിളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടാൻ ഞാൻ തീരുമാനിച്ചു. പോരാത്തിന് നല്ല വ്യൂസും ഉണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുള്ള പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. സൈക്കിൾ കടയിലൊക്കെ അന്വേഷിച്ച് അപ്പോൾ ഓരോ സ്ഥലത്തും ഗിയറുള്ള സൈക്കിളിന് പല റേറ്റുകളാണ്. 20,000, 25,000. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു 16,000 രൂപ വില വരുന്ന ഒരു സൈക്കിൾ എനിക്ക് കിട്ടിയ ഉടനെ വേറൊന്നും നോക്കാണ്ട് EMI ആയിട്ട് വണ്ടി അങ്ങോട്ട് ഇറക്കി. വണ്ടി ഇറക്കി സന്തോഷമായിരുന്നു. നേരെ അമ്മേനെ വിളിച്ചാൽ അമ്മയുടെ വായന്ന് പൂര ചീത്ത. കാരണം ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ വാങ്ങിയിട്ടുള്ള പരിപാടി വേണ്ട, അത് ശരിയാവില്ല. അതൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പോയി സൈക്കിൾ എടുത്തത്. അങ്ങനെ ആ സൈക്കിളും കൂടി ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ വക അങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് പിന്നെ അച്ഛൻ വന്ന് അങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര ബഹളായി. ഇത് നീ 2 ദിവസം ഇത് കൊണ്ടെടുക്കുള്ളൂ, അതിന് കൂടുതൽ കൊണ്ടെടുക്കില്ല എന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ അത് നല്ല ഇത് വെച്ചായിരിക്കും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഓപ്പോസിറ്റ് എന്ന് ഞാൻ ഉറച്ചങ്ങോട്ട് പറഞ്ഞു. പക്ഷേ എന്താക്കാനാ, അച്ഛൻ പറഞ്ഞ പോലെ ആകെ ഒരു വീഡിയോ മാത്രം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ ആ സൈക്കിൾ മൂലക്കളി 4 മാസം കഴിഞ്ഞ് അതിൻ്റെ EMI കഴിഞ്ഞപ്പോൾ ഞാൻ ആ സൈക്കിൾ പോയി തൊടുന്നത്. എന്തായാലും ഇത്രയും പൈസയും കൊടുത്തിട്ട് സൈക്കിൾ മേടിച്ചല്ലേ, ഇനിയിപ്പോൾ ആ സൈക്കിൾ 2-3 റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പോയി നോക്കുമ്പോൾ ആ സൈക്കിൾ 2 ടയറിനും കാറ്റില്ല. കയ്യിലുണ്ടായിരുന്ന പമ്പാണെങ്കിൽ വർക്ക് ആവുന്നില്ല. സൈക്കിളായിട്ട് നാട്ടിലെ വർക്ക്ഷോപ്പിലേക്ക് അങ്ങോട്ട് പോയി കാറ്റ് അടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒന്നെങ്കിലും ഒരു കാര്യം 100 തവണ ആലോചിക്കുക, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കുക. ഇത് രണ്ടും അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അവസ്ഥ. അപ്പോൾ ശരി, ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.